Hi friends, welcome to class coaching. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് മൊഡ്യൂളിലെ കോൺക്രീറ്റ് എന്ന് പറയുന്ന ടോപ്പിക് ആണ്. കോൺക്രീറ്റിലേക്ക് പോകാം. Concrete is a composite material composed of mainly of water, aggregates and cement. Often additives and reinforcements are included in the mixture to achieve the desired physical properties of the finished material. Concrete is a composite material. Concrete എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് മെറ്റീരിയൽ ആണ്. ഇറ്റ് ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് വാട്ടർ, അഗ്രിഗേറ്റ്സ്, നമുക്ക് എല്ലാവർക്കും അറിയാം വാട്ടർ, അഗ്രിഗേറ്റ്സ് ആൻഡ് സിമെന്റുമായിട്ട് ചേർന്ന് വരുന്ന ആ ഒരു കോമ്പോസിറ്റ് മെറ്റീരിയൽ ആണ് കോൺക്രീറ്റ്. Often additives and reinforcements are included in this mixture. ഇത് കൂടാതെ ചില ടൈംസിൽ നമ്മൾ അഡിറ്റീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്, റെയിൻഫോഴ്സ്മെന്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഈ മിക്സ്ചറിലേക്ക്. ദസ് അച്ചീവ് എ ഡിസൈഡ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഫിനിഷ്ഡ് ഈ ഒരു മെറ്റീരിയലിന് ആവശ്യമായിട്ടുള്ള അതിൻ്റെ ഒരു പ്രോപ്പർട്ടീസിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും വൈൽ വി ആർ ആഡിങ് ദ അഡിറ്റീവ്സ് ആൻഡ് റെയിൻഫോഴ്സ്മെന്റ് ടു ദിസ് കോൺക്രീറ്റ് മിക്സ്. The next, when these ingredients are mixed together, they form a fluid mass that is easily molded into shape. ഈ ഇൻഗ്രീഡിയൻസിനെ എല്ലാം കൂടെ മിക്സ് ചെയ്യുകയാണ്, ഇൻഗ്രീഡിയൻസിനെ എല്ലാം കൂടെ പ്രോപ്പറായിട്ട് മിക്സ് ചെയ്ത് ദെൻ ഫോം എ ഫ്ലൂയിഡ് മാസ്, ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു മാസ് ഫോം ചെയ്യും. ദാറ്റ് ഈസ് ഈസിലി മോൾഡഡ് ടു ഷേപ്പ്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഈ ഒരു ഫ്ലൂയിഡ് മാസിനെ നമുക്ക് മോൾഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. The next, over time, the cement forms a hard matrix which binds the rest of ingredients together into a durable stone-like material with many uses. Over time, this cement forms hard matrix. ഇനി ഈ സിമെന്റ്സ് ദെൻ ഡ്രൈ ആയി കഴിഞ്ഞു, ദെൻ ഇറ്റ് ഫോംസ് ഒരു ഹാർഡ് മെട്രിക്സ് ഫോം ചെയ്യും വിച്ച് ബൈൻഡ്സ് വിത്ത് എല്ലാ മെറ്റീരിയൽസ്, ഇതിൻ്റെ അകത്തുള്ള എല്ലാ ഇൻഗ്രീഡിയൻസുമായിട്ട് ബൈൻഡ് ചെയ്ത് ഒരു ഹാർഡ് മെട്രിക്സ് ഫോം ചെയ്യും. ദെൻ ടുഗദർ ടു മേക്ക് എ, ദെൻ ഇത് ഡ്രൈ ചെയ്ത് ആ ഒരു ടുഗദർ ആയിട്ട് അതൊരു ഡ്യൂറബിൾ സ്റ്റോൺ ലൈക്ക് മെറ്റീരിയൽ, ഹാർഡായിട്ടുള്ള ആ ഒരു സ്റ്റോൺ ലൈക്ക് മെറ്റീരിയൽ ആയിട്ട് മാറും. അതിനെയാണ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മാനുഫാക്ചറിങ് ഓഫ് കോൺക്രീറ്റ്. ഈ മൊഡ്യൂളിൽ മെയിനായിട്ട് ഫസ്റ്റ് ടോപ്പിക് ആണ് മാനുഫാക്ചറിങ് ഓഫ് കോൺക്രീറ്റ്. A good quality concrete is essentially a homogeneous mixture of cement, coals and fine aggregates and water which consolidates into a hard mass during the chemical action between the cement and water. ഒരു ഗുഡ് ക്വാളിറ്റി കോൺക്രീറ്റ് എന്ന് പറയുമ്പം ഇറ്റ്സ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ്, ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ് എന്തിൻ്റെയൊക്കെ, ഒരു സിമെന്റ്, കോൾസ് ആൻഡ് ഫൈൻ അഗ്രിഗേറ്റ് ആൻഡ് വാട്ടറിന്റെ ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ് ഗുഡ് ക്വാളിറ്റി കോൺക്രീറ്റ് എന്ന് പറയുന്നത്. വിച്ച് കൺസോളിഡേറ്റ്സ് ഇൻടു ഹാർഡ് മാസ് ഡ്യൂറിങ് കെമിക്കൽ ആക്ഷൻ. ഈ ഒരു സിമെന്റും വാട്ടറും തമ്മിൽ കുറെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. അതിന് നമ്മൾ ഹൈഡ്രേഷൻസ് ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് കെമിക്കൽ ആക്ഷൻസിന്റെ ഫലമായിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് ഇറ്റ്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എ ഹാർഡ് മാസ്, ഒരു ഹാർഡ് മാസ് ആയിട്ട് അവയെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. The stages of concrete production. കോൺക്രീറ്റ് പ്രൊഡക്ഷന്റെ സ്റ്റേജസിനെയാണ് ഈ കാണിച്ചേക്കുന്നത്. കോൺക്രീറ്റ് പ്രൊഡക്ഷന്റെ സ്റ്റേജസിന്റെ ആ ഒരു സ്റ്റെപ്പാണ് ഈ കാണിച്ചേക്കുന്നത്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ബാച്ചിങ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാച്ചിങ് ആണ്. ദാറ്റ് ഈസ് ദ മെഷർമെന്റ് ഓഫ് മെറ്റീരിയൽസ്. ഒരു കോൺക്രീറ്റിന് പല തരത്തിലുള്ള മെറ്റീരിയൽസ് വേണം. ഫൈൻ അഗ്രിഗേറ്റ് വേണം, കോഴ്സ് അഗ്രിഗേറ്റ് വേണം, സിമെന്റ് വേണം, വാട്ടർ വേണം. അതിന് ആവശ്യമായിട്ടുള്ള ആ ഇൻഗ്രീഡിയൻസിനെ മെഷർ ചെയ്ത് പ്രോപ്പർ മിക്സ് പ്രപ്പോർഷൻ അനുസരിച്ച് ആഡ് ചെയ്ത് ആ ഒരു മെഷർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബാച്ചിങ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് കോൺക്രീറ്റ് manufacturing process. And the second step is mixing. After batching ചെയ്തു, ഇൻഗ്രീഡിയൻസ് എല്ലാം മെഷർ ചെയ്തെടുത്തു. ആഫ്റ്റർ പ്രോപ്പർ മെഷർമെന്റ് ഇറ്റ് ക്യാൻ ബി മിക്സ്ഡ്. അതിനെ പ്രോപ്പർ ആയിട്ട് മിക്സ് ചെയ്യണം ഈ ഇൻഗ്രീഡിയൻസിനെ.
ദെൻ ആഫ്റ്റർ ദാറ്റ് പ്രോപ്പർ മിക്സിങ്ങിന് ശേഷം ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് എവിടെയാണോ ഇതിനെ കൊണ്ടുപോകേണ്ടത്, എവിടെയാണോ ഈ വർക്ക് നടക്കേണ്ടത് അങ്ങോട്ടേക്ക് ഈ കോൺക്രീറ്റിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ടിങ്. അതിനായിട്ട് നമുക്ക് ഒരുപാട് മീൻസ് ഉണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്. ദെൻ ആഫ്റ്റർ ദാറ്റ് അവിടെ കൊണ്ടുപോയി ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ദെൻ ദ പ്രോസസ് ഈസ് പ്ലേസിങ്. അതിനെ പ്ലേസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ആഫ്റ്റർ പ്ലേസിങ്ങിന് ശേഷം അതിനെ നന്നായിട്ട് കോമ്പാക്ട് ചെയ്യണം. ഒരു ഹാൻഡ് കോമ്പാക്ഷൻ ഉണ്ട്, മെഷീൻസ് വെച്ചിട്ട് കോമ്പാക്ട് ചെയ്യാം. അതിനെ വളരെ നന്നായിട്ട് അവിടെ കോമ്പാക്ഷൻ ചെയ്യുക. പ്രോപ്പർ ആയിട്ടുള്ള കോമ്പാക്ഷൻ അല്ലെങ്കിൽ ഒരുപാട് ഡാമേജസ് ഈ കോൺക്രീറ്റിന്റെ ഡ്യൂറബിലിറ്റി, അതിന്റെ സ്ട്രെങ്ത്, ആ ഒരു വർക്കബിലിറ്റിനെ എല്ലാം അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യും ഇൻവേഴ്സ് കോമ്പാക്ഷൻ വരുമ്പോൾ. നെക്സ്റ്റ് ആഫ്റ്റർ കോമ്പാക്ഷൻ, പ്രോപ്പർ കോമ്പാക്ഷൻ നടന്നതിന് ശേഷം ദെൻ ദ മെറ്റീരിയൽ ഇസ് കെപ്റ്റ് ഫോർ ക്യൂവറിംഗ്. ക്യൂവറിങ്ങിനായിട്ട് ഈ മെറ്റീരിയലിനെ വെക്കുക. ദെൻ ആഫ്റ്റർ ക്യൂവറിങ്ങിന് ശേഷം ഈ ഒരു മെറ്റീരിയലിന്റെ ഒരു ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് മാനുഫാക്ചറിങ്ങിന്റെ ആ ഒരു ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിനിഷിംഗ്. അത്രയും ചെയ്യുക. ദെൻ ഇനി ഓരോ സ്റ്റെപ്സും ഓരോ സ്റ്റേജസിനെയും പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. The first step is batching. Batching means measurement of ingredients. It is the process of measuring concrete mixed ingredients either by volume or by mass and introducing them into the mixture. Batching means that it is the process of measuring concrete mixed ingredients. കോൺക്രീറ്റിന് മാനുഫാക്ചർ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസിനെ മിക്സ് ചെയ്യുക. എയ്തർ ബൈ വോളിയം, ആ ഒരു ബാച്ചിങ് അതിനെ മെഷർ ചെയ്യുന്നത്, ആ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസിന് ആ ഒരു എമൗണ്ട് മെഷർ ചെയ്തത് ഓൺ ദ ബേസിസ് ഓഫ് വോളിയത്തിന്റെ ബേസിസിൽ അതിനെ മെഷർ ചെയ്യാം. ഓർ മാസ്, അതിന്റെ മാസിന്റെ ബേസിസിലും അതിനെ മെഷർ ചെയ്യാം. ദെൻ ആഫ്റ്റർ മെഷറിംഗ് ഇൻട്രൊഡ്യൂസിങ് ദം ടു ദ മിക്സ്ചർ, ആ ഒരു മിക്സ്ചറിലേക്ക് ഇവയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. The portions of various ingredients are determined by the proper mix design. The proportions of various ingredients, ഈ ഓരോ ഇൻഗ്രീഡിയൻസിനും അതിന് ആവശ്യമായിട്ടുള്ള പ്രപ്പോർഷൻസ് അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് പ്രോപ്പർ മിക്സ് ഡിസൈൻ ആണ്. അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒരു പ്രോപ്പർ മിക്സ് ഡിസൈൻ ആണ്. മിക്സ് ഡിസൈനിന്റെ ബേസിസിലായിരിക്കും ഓരോ ഇൻഗ്രീഡിയൻസിന്റെയും ആ ഒരു പ്രപ്പോർഷൻ അനുസരിച്ചിട്ട് നമ്മൾ മെഷർ ചെയ്ത് എടുക്കുന്നത്. ആഫ്റ്റർ ദ കോൺക്രീറ്റ് മിക്സ് ഈസ് ഡിസൈൻഡ് ടു പ്രൊഡ്യൂസ് കോൺക്രീറ്റ് ദാറ്റ് ഈസ് ഈസിലി പ്ലേസ്ഡ് അറ്റ് ലോവസ്റ്റ് കോസ്റ്റ്. കോൺക്രീറ്റ് മിക്സ് കോൺക്രീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യണം. ദാറ്റ് ക്യാൻ ബി ഈസിലി പ്ലേസ്ഡ് അറ്റ് ലോവസ്റ്റ് കോസ്റ്റ്. ഇതിനെ കോൺക്രീറ്റിനെ മിക്സ് ചെയ്ത് അതിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനെ ആ ലോവസ്റ്റ് കോസ്റ്റ്, വളരെ കോസ്റ്റ് കുറവിൽ അതിനെ പ്ലേസ് ചെയ്യാനായിട്ടും കഴിയണം. The concrete must be workable and cohesive when plastic, then set and hardened to give the strong and durable concrete. The concrete must be workable. Concrete എന്ന് പറയുന്നത് in its plastic stage, അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് സ്റ്റേജിൽ ഇവ വർക്കബിൾ ആയിരിക്കണം ആൻഡ് കോഹസീവ് നേച്ചർ ആയിരിക്കണം ഈ ഒരു കോൺക്രീറ്റ്. ദെൻ സെറ്റ് ആൻഡ് ഹാർഡൻ, ഈ കോൺക്രീറ്റ് ആഫ്റ്റർ ഈ ഒരു പ്ലാസ്റ്റിക് ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ദെൻ ആഫ്റ്റർ ദാറ്റ് ഇറ്റ്സ് സെറ്റ് ആൻഡ് ഹാർഡൻ, അത് സെറ്റ് ചെയ്യുകയും ഹാർഡൻ ചെയ്തതിനും ശേഷം ഗീവ്സ് എ സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ കോൺക്രീറ്റ്. ഒരു സ്ട്രോങ്ങും അതേപോലെ ഒരു ഡ്യൂറബിൾ കോൺക്രീറ്റും നമുക്ക് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇത് ആ ഒരു ബാച്ചിങ് പ്രോസസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഹിയർ ദ റാൻഡം വോളുമെട്രിക് ബാച്ചിങ് ഫോർ കോൺക്രീറ്റ്, പ്രോപ്പർ വോളുമെട്രിക് ബാച്ചിങ് ഫോർ ദ കോൺക്രീറ്റ്. ഇൻ കേസ് ഓഫ് ഒരു ചെറിയ കൺസ്ട്രക്ഷൻ, ഒരു മൈനർ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ വർക്ക്സ് ആണെങ്കിൽ നമുക്ക് വലിയ ഒരു ബാച്ചിങ് പ്ലാന്റിന്റെ ഒന്നും ആവശ്യമില്ല. അവിടെ വളരെ ചെറിയ സ്കെയിലിൽ നമുക്ക് മെഷർ ചെയ്താൽ മതി. റാൻഡം വോളുമെട്രിക് ബാച്ചിങ്, ഇനി റാൻഡം ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്, പ്രോപ്പർ ആയിട്ടുള്ള മെഷർമെന്റ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ റാൻഡം ആയിട്ട് എടുക്കുന്നെങ്കിൽ ഒരു മോട്ടാർ പാൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ റാൻഡം ആയിട്ട് എടുക്കുന്ന ഒരു ഫിഗർ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അല്ല, ദ പ്രോപ്പർ വോളുമെട്രിക് ബാച്ചിങ്, പ്രോപ്പർ ആയിട്ട് നമ്മളിപ്പം ഒരു മെഷറിംഗ് ബോക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട്, ഒരു മെഷറിംഗ് ബോക്സ് യൂസ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടാണ് അവിടെ മെഷർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫിഗർ ആണ് ഈ കാണിച്ചേക്കുന്നത്. ഇവിടെ ഒരു മെഷറിംഗ് ബോക്സ് ഉണ്ട്, ആ ബോക്സിൻ്റെ അകത്ത് പ്രോപ്പർ ആയിട്ടായിരിക്കും അത് മെഷർ ചെയ്യുന്നത്.
നെക്സ്റ്റ്, ഇൻ ദ കേസ് ഓഫ് ഒരു വലിയ പ്രോജക്റ്റ് ആണെങ്കിൽ, ഒരു വലിയൊരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ഒക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് ഈ ഒരു ബാച്ചിങ് റാൻഡം ആയിട്ടോ ഓർ നമുക്ക് ഒരു മെഷറിംഗ് ബോക്സ് കൊണ്ടോ നമുക്ക് പ്രോപ്പറായിട്ട് അവിടെ ബാച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇൻ ദാറ്റ് കേസ് നമ്മൾ ലാർജ് ബാച്ചിങ് പ്ലാന്റുകളാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ബാച്ചിങ് പ്ലാന്റ് അവിടെ ഓരോ ഇൻഗ്രീഡിയൻസിനെ അവർ ബൾക്കായിട്ട് ഒരു ഹ്യൂജ് എമൗണ്ടിലായിരിക്കും അവർ മെഷർ ചെയ്ത് മിക്സ് ചെയ്യുന്നത്. Then the proportioning concrete, it is a mixture of cement, water, coarse and fine aggregate and mixture. ഈ ഒരു proportioning concrete എന്ന് പറയുന്നത് it is a mixture of ഒരു cement, water, coarse and fine aggregates. ഇൻ കേസ് ഓഫ് ചില സമയത്ത് അവിടെ നമ്മൾ അഡ്മിക്സ്ചേഴ്സ് യൂസ് ചെയ്യാതിരിക്കാം. ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സ്ചറിനെയാണ് പ്രപ്പോർഷനിങ്, ആ ഒരു കോൺക്രീറ്റ് പ്രപ്പോർഷനിങ് എന്ന് പറയുന്നത്. The proportions of each material in this mixture affect the properties of final hardened concrete. ഈ നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസിന്റെ പ്രപ്പോർഷൻസും ഈച്ച് മെറ്റീരിയൽ, ആ ഒരു മിക്സ്ചറിൻ്റെ അകത്തുള്ള ഓരോ മെറ്റീരിയലിന്റെ പ്രപ്പോർഷൻസും വിച്ച് അഫക്ട്സ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഫൈനൽ ഹാർഡൻ കോൺക്രീറ്റ്. ആ ഫൈനൽ ഹാർഡൻ കോൺക്രീറ്റിന്റെ ആ ഒരു പ്രോപ്പർട്ടീസിനെ അഫക്റ്റ് ചെയ്യും. ഇപ്പൊ പ്രോപ്പറായിട്ട് നമ്മൾ മെഷർ ചെയ്ത് എടുത്തില്ല, ഇപ്പം ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റിന്റെ എമൗണ്ട് കുറവാണ്, അതിന്റെ ഒരു ഡെഫിഷ്യൻസി കുറവാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അഫക്ട്സ് ദ സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി ഓഫ് ദ കോൺക്രീറ്റ്. ആ ഒരു ഫൈനൽ നമുക്ക് റിസൾട്ട് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന ആ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിന്റെ ആ ഒരു ഡ്യൂറബിലിറ്റിനെയും ആ ഒരു സ്ട്രെങ്തിനെയും ഇത് ബാഡ് ആയിട്ട് അഫക്റ്റ് ചെയ്യും. These proportions are best measured by weight. നമുക്ക് രണ്ട് രീതിയിൽ മെഷർമെന്റ്സ് എടുക്കാം. ബേസ്ഡ് ഓൺ ദെയർ വെയിറ്റ് എടുക്കാം ആൻഡ് ബേസ്ഡ് ഓൺ ദെയർ വോളിയം. ഈ രണ്ട് മെത്തേഡിലും ഏറ്റവും ബെസ്റ്റ് മെഷർമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ബൈ ഓൺ ദ ബേസ്ഡ് ഓൺ ദെയർ വെയിറ്റ് ആണ്. Then measurement by volume is not as accurate but it is suitable for minor projects. Measurement by volume ഉപയോഗിച്ചിട്ടുള്ള മെഷർമെന്റ്സ് ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ആസ് ആക്യുറേറ്റ്. ഇതൊരിക്കലും ഒരു ആക്യുറേറ്റ് അല്ല. പക്ഷേ ഇൻ കേസ് ഓഫ് ദ മൈനർ പ്രൊജക്ട്സിന്റെ ഒക്കെ കേസിലാണെങ്കിൽ അവിടെ ഈ മെഷർമെന്റ് ബൈ വോളിയം പ്രോസസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് പ്രോസസ് ഈസ് ദ സെക്കൻഡ് പ്രോസസ് ആണ് മിക്സിംഗ്. The mixing should be ensure that the concrete become homogeneous, uniform in color and consistency. ഒരു മിക്സിംഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കോൺക്രീറ്റിനെ ഒരു ഹോമോജീനിയസ് ആക്കുക, അതിനെ യൂണിഫോം ആക്കുക, ഇൻ കളർ ആൻഡ് കൺസിസ്റ്റൻസി. ഇത്രയും കാര്യങ്ങൾ ഉറപ്പുവരുത്തണം ഇൻ മിക്സിംഗ്. മെത്തേഡ് ഓഫ് മിക്സിംഗ്. മിക്സിംഗ് ക്യാൻ ബി ഡൺ ഇൻ ടു വേസ്. രണ്ട് രീതിയിൽ മിക്സിംഗ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് ഹാൻഡ് മിക്സിംഗ്. ഹാൻഡ് ഉപയോഗിച്ചിട്ട് മാനുവലായിട്ട് ലേബേഴ്സ് ചെയ്യുന്ന ടൈപ്സ് ഓഫ് മിക്സിങ്ങിനെയാണ് ഹാൻഡ് മിക്സിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് ടൈപ്പ് ഈസ് മെഷീൻ മിക്സിംഗ്. ദ മിക്സിംഗ് ക്യാൻ ബി ഡൺ by using either machines or any other equipments. മെഷീൻസോ എക്യുപ്മെന്റ്സിന്റെ ഹെൽപ്പോടെ മിക്സിംഗ് ചെയ്യുവാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് മിക്സിങ്ങിനെയാണ് മെഷീൻ മിക്സിംഗ് എന്നും പറയുന്നത്. Then the first one ആണ് hand mixing. The process of mixing the ingredients of concrete by manual labor is called hand mixing. ഹാൻഡ് മിക്സിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മിക്സിംഗ് ഇൻഗ്രീഡിയൻസ് ഓഫ് കോൺക്രീറ്റ്. കോൺക്രീറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെ മിക്സ് ചെയ്യുക. ആരാണ് മിക്സ് ചെയ്യുന്നത്? ബൈ മാനുവൽ ലേബേഴ്സ് തന്നെ അതിനെ മിക്സ് ചെയ്യുക. വിത്തൗട്ട് എനി ഒരു എക്യുപ്മെന്റ്സോ ഒരു മെഷീൻസിൻ്റെയോ ഹെൽപ്പ് ഇല്ലാതെ ലേബേഴ്സ് തന്നെ മിക്സ് ചെയ്യുന്നതിനെയാണ് ഹാൻഡ് മിക്സിംഗ് എന്ന് പറയുന്നത്. Hand mixing is adopted for small and unimportant works and where the quantity of concrete used is small. ഈ ഒരു ഹാൻഡ് മിക്സിംഗ് എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു പ്രോജക്റ്റ് എടുക്കുവാണെങ്കിൽ ആ പ്രോജക്റ്റിൽ ഹാൻഡ് മിക്സിംഗ് ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും എക്കണോമിക്കലും അല്ല, അവിടെ ഒരുപാട് ടൈം കൺസ്യൂമിങ്ങുമാണ്. അപ്പം ഈ ഒരു ഹാൻഡ് മിക്സിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് വളരെ സ്മോൾ, വളരെ ചെറിയതും അതേപോലെ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹാൻഡ് മിക്സിംഗ് ചെയ്യുന്നത്. ആൻഡ് വേർ ദ ക്വാണ്ടിറ്റി ഓഫ് കോൺക്രീറ്റ് ഈസ് വെരി സ്മോൾ. അവിടുത്തെ കോൺക്രീറ്റിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. വളരെ കുറച്ച് കോൺക്രീറ്റിൻ്റെ മാത്രം മിക്സിങ്ങിന് വേണ്ടിയിട്ടാണ് ഹാൻഡ് മിക്സിംഗ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. The hand mixing method requires more cement
that is 10% more than machine mixing for obtaining the small strength of concrete. ഈ ഒരു ഹാൻഡ് മിക്സിംഗ് മെത്തേഡ് റിക്വയർസ് മോർ സിമെന്റ്. ഇതിന് കൂടുതൽ സിമെന്റ്, ഏകദേശം 10% കൂടുതൽ സിമെന്റ് ആവശ്യമായിട്ട് വരും ഇൻ ദ ഹാൻഡ് മിക്സിംഗ് പ്രോസസ് ദാൻ മെഷീൻ മിക്സിംഗ്. ആൻഡ് ഒബ്റ്റെയിനിങ്, ഇവിടുന്ന് കിട്ടുന്ന ആ ഒരു സ്ട്രെങ്തും ബാക്കി മെഷീൻ മിക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള സ്ട്രെങ്തും വളരെ കുറവാണ്. ദിസ് ഈസ് ദ ഫിഗർ ഓഫ് ഒരു ഹാൻഡ് മിക്സിങ്ങിന്റെ ഫിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ലേബേഴ്സ് മാനുവലായിട്ട് അവരുടെ എഫോർട്ടും ഒരുപാട് ടൈം കൺസ്യൂമിങ്ങും ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹാൻഡ് മിക്സിങ്. സാധാരണയായിട്ട് ചെറിയ വർക്ക്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹാൻഡ് മിക്സിങ് യൂസ് ചെയ്യുന്നത്. The next one is machine mixing. The process of mixing the ingredients of concrete by a machine is called machine mixing. The process of mixing ingredients, concreteലുള്ള ingredientsനെ മിക്സ് ചെയ്യാൻ വേണ്ടി by using a machine, ഒരു മെഷീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് മെഷീൻ മിക്സിംഗ് എന്ന് പറയുന്നത്. In this case, where a large quantity of concrete is to be produced, hand mixing becomes costly even if the labor is cheap. In the case, നമുക്ക് ഒരു large quantity of concrete പ്രൊഡ്യൂസ് ചെയ്യേണ്ട വലിയ പ്രൊജക്ട്സുകളാണെങ്കിൽ അവിടെ ഏറ്റവും എക്കണോമിക്കലായിട്ടും ഏറ്റവും ഫാസ്റ്റ് ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സാണ് ഈ ഒരു മെഷീൻ മിക്സിംഗ് എന്ന് പറയുന്നത്. In machine mixing, concrete can be produced at a faster rate and lesser cost. Concreteനെ ഒരു faster rateൽ പ്രൊഡ്യൂസ് ചെയ്യാം and a lesser കോസ്റ്റും വളരെ കുറവായിരിക്കും. Then the machine mixing can be done on site or be prepared pre-mixed concrete company. The pre-mixed concrete is batched, proportioned at the plant to the job requirements. Machine mixing can be done. നമ്മളിപ്പോൾ ഏത് സൈറ്റിലാണോ വർക്ക് ചെയ്യേണ്ടത് ആ ഒരു സൈറ്റിൽ ഓൺ സൈറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മിക്സിംഗ് പ്രോസസ്സ് ചെയ്യാം. ഓർ ബി പ്രീ മിക്സ്ഡ് കോൺക്രീറ്റ് കമ്പനി ഓർ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ഇതിനെ പ്രീ മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു പ്ലേസിലേക്ക് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ടും പോസിബിൾ ആണ് ഈ ഒരു മെത്തേഡിൽ. The pre-mixed concrete is batched, proportioned at plant to the job requirements. ഈ ഒരു പ്രീമിക്സ്ഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് നമ്മൾ നേരത്തെ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് പ്രീമിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺക്രീറ്റ് ഈസ് ബാച്ച്ഡ്. അതിനെ പ്രൊപ്പോർഷനൈസ്ഡ് പല ബാച്ചസ് ആയിട്ട് കൊടുക്കും. അറ്റ് ദ പ്ലാന്റ് ടു ദ ജോബ് റിക്വയർമെന്റ്സ് അനുസരിച്ച് ബാച്ച് വൈസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. The mixing may be done by manually or by mechanical means. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിക്സിംഗ് രണ്ട് രീതിയിൽ ചെയ്യാം. മാനുവൽ ആയിട്ട് ചെയ്യാം, മെക്കാനിക്കൽ മീൻസ് വഴി ചെയ്യാം. മെക്കാനിക്കൽ മീൻസിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ദാറ്റ് ഈസ് ബാച്ച് മിക്സർ, tilting drum mixer, non tilting drum mixer, the pan type mixer, dual drum mixer and continuous മിക്സ്ചേഴ്സ്. ഇത്രയും ടൈപ്സും നമ്മുടെ ഒരു മെഷീൻ മിക്സിങ്ങിനുള്ള എക്സാമ്പിൾസ് ആണ്. Then this is ആ ഒരു മെഷീൻ മിക്സിങ്ങിന്റെ ഒരു ഫിഗർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ബൈ യൂസിങ് ദിസ് മെഷീൻസ് ആയിരിക്കും ആ ഒരു മിക്സിംഗ് പ്രോസസ്സ് ചെയ്യുന്നത്. സാധാരണ നമ്മളുടെ ഇപ്പോൾ കൺസ്ട്രക്ഷൻസ് ഒക്കെ ഇതിപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. Then next topic is transportation of concrete. Concrete manufacturing process in the third step ആണ് transportation of concrete. The process of carrying concrete mix from the place of its mixing to the final position or deposition is called transportation of concrete. It is the process of carrying concrete from the place of mixing. ഒരു പ്ലേസിൽ വെച്ച് ഒരു സ്ഥലത്ത് വെച്ച് ഈ കോൺക്രീറ്റിനെ നമ്മൾ പ്രോപ്പറായിട്ട് മിക്സ് ചെയ്തു. ദെൻ ഇറ്റ് ക്യാൻ ബി ട്രാൻസ്പോർട്ടഡ് ടു നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് എവിടെയാണോ വർക്ക് ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് ഈ കോൺക്രീറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. The transportation of concrete mix is very important because in transportation time factor is involved. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അവിടെ ഉണ്ടാവുന്ന ആ ഒരു ടൈം ഫാക്ടർ ആണ്.
The mixing should be transported as quickly as possible. This handling may produce segregation and loss of slump if the distance is too long. മിക്സ് ഷുഡ് ബി ട്രാൻസ്പോർട്ടഡ്. എപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ഷുഡ് ബി ട്രാൻസ്പോർട്ടഡ് ക്വിക്ലി ആസ് പോസിബിൾ. എത്രയും പെട്ടെന്ന് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാമോ അത്രയും ഫാസ്റ്റ് ആയിട്ട് വേണം ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാനായിട്ട്. ദിസ് ഹാൻഡ്ലിംഗ് മേ പ്രൊഡ്യൂസ്, ഈ ഒരു ഹാൻഡ്ലിംഗ് മേ പ്രൊഡ്യൂസ്. ഇപ്പം ഒരുപാട് ടൈം എടുക്കുക ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകാനായിട്ട്, ഒരു ലോങ് ടൈം എടുക്കുക എന്നുണ്ടെങ്കിൽ അവിടെ സെഗ്രിഗേഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ ലോസ് ഓഫ് സ്ലംബ്, സ്ലം ലോസസ്, ലോസ് ഓഫ് സ്ലംബിന്റെ ലോസസ് ഉണ്ടാകാനൊക്കെയുള്ള ചാൻസസ് അവിടെ ഉണ്ട്. The main objective in transporting concrete is to ensure that the water cement ratio, the slump or consistency, air content and homogeneity are not modified from the intended state. ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും അതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മൾ ജസ്റ്റ് പ്ലേസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ, ആ റിക്വയർഡ് ആയിട്ടുള്ള ആ ഒരു സൈറ്റിൽ, ആ ഒരു പ്ലേസിൽ കൊണ്ടുവരുന്ന ആ ഒരു ടൈം വരെ അതിനുണ്ടാകുന്ന വാട്ടർ സിമെന്റ് റേഷ്യോ, അതിൻ്റെ സ്ലം വാല്യൂ, ആ ഒരു കോൺക്രീറ്റിന്റെ കൺസിസ്റ്റൻസി, അതിൻ്റെ എയർ കണ്ടന്റ്, homogeneity are not modified from their intended state. ഈ ഫാക്ടേഴ്സ് ഒന്നും ഒരു തരത്തിലും മോഡിഫൈ ചെയ്യാനായിട്ട് പാടില്ല. മിക്സ് ചെയ്യുന്ന സമയത്തും ട്രാൻസ്പോർട്ട് ചെയ്ത് പ്ലേസ് ചെയ്യുന്ന സമയത്തും ഈ ഫാക്ടേഴ്സ് എല്ലാം തന്നെ സെയിം പ്രപ്പോർഷനിലായിരിക്കണം. അത് മോഡിഫൈ ചെയ്യാനായിട്ട് പാടില്ല. വേരിയസ് മെത്തേഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ്റെ പല പല മെത്തേഡ്സുകളുണ്ട്. ഓരോന്നിനെയും പറ്റിയിട്ട് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് മോട്ടാർ പാൻ. മോട്ടാർ പാൻ യൂസ് ചെയ്യാറുണ്ട്. ദെൻ വീൽ ബാരോ, ബക്കറ്റ് ആൻഡ് റോപ്പ് വേ, ട്രക്ക് മിക്സ്ചർ ആൻഡ് ഡംപർ, ബെൽറ്റ് കൺവെയർ, ചൂട്ട്, സ്കിപ്പ് ആൻഡ് ഹോയിസ്റ്റ്, പമ്പ് ആൻഡ് പൈപ്പ് ലൈൻസ്. അപ്പം ഇത്രയും ഒരു മെത്തേഡ്സ് ആണ് പല രീതിയിൽ നമുക്കിപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ മിക്സ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് റിക്വയർഡ് ആയിട്ടുള്ള പ്ലേസിലേക്ക് കോൺക്രീറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മെത്തേഡ്സ് ആണ് മോട്ടാർ പാൻ ഉപയോഗിച്ചിട്ട്, ബൈ യൂസിങ് ദ മോട്ടാർ പാൻ ഉപയോഗിച്ചിട്ട് ചെയ്യാം, വീൽ ബാരോ ഉപയോഗിച്ചിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാം, ബക്കറ്റ് ആൻഡ് റോപ്പ് വേ, അങ്ങനെ ഇത് ഓരോന്നും യൂസ് ചെയ്തിട്ട് ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാം. ദെൻ ഓരോന്നിനെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓരോന്നിനെ പറ്റിയിട്ട് നോക്കാം. The first one is mortar pan. Use of mortar pan for transportation of concrete is one of the common method adopted in our country. അപ്പോൾ മോട്ടാർ പാൻ ഈ ഒരു കോൺക്രീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്, ആ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ടൂളാണ് ഈ ഒരു മോട്ടാർ പാൻ എന്ന് പറയുന്നത്. ഏറ്റവും കോമൺ നമ്മുടെ കൺട്രിയിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് മോട്ടാർ പാൻ. In this case, concrete is carried in small quantities. വളരെ ബൾക്കായിട്ട് കോൺക്രീറ്റിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. വളരെ ചെറിയൊരു ക്വാണ്ടിറ്റീസ്, ഇനി സ്മോൾ ക്വാണ്ടിറ്റീസിലായിരിക്കും അവിടെ കോൺക്രീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുന്നത്. While this method nullifies the segregation to some extent, particularly in thick members. In the case of the thick members like consider ചെയ്യുവാണെങ്കിൽ this method, ഈ ഒരു മോട്ടാർ പാൻ വഴി കോൺക്രീറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ it nullifies the segregation. ആ ഒരു സെഗ്രിഗേഷന്റെ എഫക്റ്റിനെ ഒരു പരിധി വരെ അതിന് കുറച്ച് നിർത്താനായിട്ട് പറ്റും. Greater loss of water, particularly in hot weather concreting. ഒരു ഹോട്ട് വെതർ ആയിട്ടുള്ള കോൺക്രീറ്റിംഗ്, അവിടെ ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലായിരിക്കും. ആ ഒരു ഹോട്ട് വെതർ കോൺക്രീറ്റിങ്ങിൽ പെട്ടെന്ന് ആ ഒരു ലോസ് ഓഫ് വാട്ടർ അതിലുള്ള വാട്ടർ കണ്ടന്റ് പെട്ടെന്ന് നഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ലോസ് ഓഫ് വാട്ടറിന്റെ ലോസസ് വളരെ പെട്ടെന്നായിരിക്കും ഈ ഹോട്ട് വെതർ കോൺക്രീറ്റിങ്ങിൽ. നെക്സ്റ്റ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വീൽ ബാരോ. The wheelbarrow are normally used for transporting concrete to be placed at ground level. കോൺക്രീറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വീൽ ബാരോ, വിച്ച് ഈസ് പ്ലേസ്ഡ് അറ്റ് ഗ്രൗണ്ട് ലെവലിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീൽ ബാരോ യൂസ് ചെയ്യുന്നത്.
This method is employed for hauling the concrete for comparatively longer distance as in the case of concrete road construction. ഈ type of the method is hauling. കോൺക്രീറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം കമ്പാരിറ്റീവ്ലി ലോങ്ങർ ഡിസ്റ്റൻസ്, ഒരു ലോങ്ങർ ഡിസ്റ്റൻസ്, കൂടുതൽ ഡിസ്റ്റൻസിലേക്ക് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. ഇൻ ദ കേസ് ഓഫ് എ കോൺക്രീറ്റ് റോഡ് കൺസ്ട്രക്ഷൻ, ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് റോഡിന്റെ കൺസ്ട്രക്ഷനൊക്കെ വേണ്ടിയിട്ട് ഇത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഈ വീൽ ബാരോസ് ഒക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. If the concrete is conveyed by the wheelbarrow over a long distance on rough ground, it is likely that the concrete gets segregated due to vibration. If the concrete is conveyed by wheelbarrow, ഇനി ഒരു ലോങ് ഡിസ്റ്റൻസ്, കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ പോസിബിൾ ആണ്. പക്ഷെ ഫോർ എ ലോങ് ഡിസ്റ്റൻസിൽ ഈ വീൽ ബാരോയിൽ കോൺക്രീറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു റഫ് ഗ്രൗണ്ടിലൂടെയാണ് ഈ വീൽ ബാരോയിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ there were the chances of segregation due to vibration. ഒരു റഫ് ഗ്രൗണ്ടിലൂടെ പോകുമ്പോൾ അവിടെ ഒരുപാട് വൈബ്രേഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഡ്യൂ ടു ദിസ് വൈബ്രേഷൻസ് the segregations occurs to the concrete. കോൺക്രീറ്റിന് സെഗ്രിഗേഷൻ ഉണ്ടാകും. അതാണ് ഈ വീൽ ബാരോയിൽ മെയിനായിട്ട് വരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വീൽ ബാരോയുടെ 2 പിക്ചേഴ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് വീൽ ബാരോ. നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റുകളിലൊക്കെ നമ്മൾ കാണാറായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ദെൻ ഈ ഒരു വീൽ ബാരോ കോൺക്രീറ്റിനെ മിക്സ് ചെയ്തു. ദെൻ ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ്. അതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് ലേബർ അതിനെ റിക്വയർഡ് ആയിട്ടുള്ള സൈറ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെ റഫ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ്. ആണെങ്കിൽ ഈ ഒരു കോൺക്രീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ സമയത്ത് there were the chances of the segregation, ആ ഒരു segregation ഓഫ് കോൺക്രീറ്റ് ഉണ്ടാകാനുള്ള ആ ഒരു ചാൻസസ് ഉണ്ട് by using this wheel barrow. Next one is crane, bucket and ropeway. The crane and bucket is one of the right equipment for transporting concrete above ground level. ഒരു ഗ്രൗണ്ട് ലെവലിന് മുകളിലായിട്ടാണ് കോൺക്രീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ that is above ഗ്രൗണ്ട് ലെവലിന് മുകളിലാണ് കോൺക്രീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതാണ് ക്രെയിൻ ആൻഡ് ബക്കറ്റ് ഒക്കെ യൂസ് ചെയ്യും. The crane can handle concrete in high-rise construction projects and are becoming a familiar sight in big cities. Crane can handle കോൺക്രീറ്റ്. ഇപ്പോൾ ഒരു ഹൈ റൈസ് പ്രൊജക്ട്സിലൊക്കെ, അവിടെ ബാക്കി ഹൈ റൈസ് ആയിട്ടുള്ള പ്രൊജക്ട്സിലൊക്കെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ക്രെയിൻസ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് ആ ഒരു ഈ കോൺക്രീറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. Then the cranes are fast and versatile to move concrete horizontally as well as vertically along the boom and allows the placement of concrete at exact point. Cranes are fast and ഈ ഒരു വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. Then the concrete can be moved horizontally as well as vertically. കോൺക്രീറ്റിനെ ഹൊറിസോണ്ടൽ ആയിട്ടും ആസ് വെൽ ആസ് വെർട്ടിക്കൽ ആയിട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ക്രെയിൻ യൂസ് ചെയ്യുമ്പോൾ.